ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നടന്ന ഡൽഹിയും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു മറ്റൊരു ടീം എന്ന് പറഞ്ഞാൽ ഹൈദരാബാദാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഈ പറഞ്ഞ വലിയൊരു തകർച്ചയാണ് RCBക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പവർ പ്ലേയിൽ RCBയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ RCB ആരാധകർക്കൊക്കെ ആണെങ്കിലും മറ്റുള്ള ക്രിക്കറ്റ് ആരാധകരാണെങ്കിലും ഞെട്ടിപ്പോയി. കാരണം 3 ഓവറിനകത്ത് തന്നെ 53 റൺസിന് മണ്ടയ്ക്കായി. അപ്പം അത് തന്നെ വലിയൊരു പോസിറ്റീവ് ഇന്റന്റിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. കാരണം ടൂർണമെന്റിൽ ഡൽഹി എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ DCക്കെതിരെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ സ്കോർ ഒന്നും പോരാ എന്നുള്ള ധാരണ ശരിക്കും ബാംഗ്ലൂർ ടീമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അറ്റാക്കിംഗ് ആയിട്ട് വളരെ അറ്റാക്കിംഗ് ആയിട്ട് തന്നെയാണ് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഫിൽസാൾട്ടോട് തുടങ്ങിയിട്ടുള്ളത്. ഫിൽസാൾട്ട് ഒരു റൺഔട്ടിലൂടെ പെട്ടെന്ന് പുറത്തേതാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു അടി കിട്ടിയതുപോലെ ബാംഗ്ലൂരിനായത്. പിന്നീട് ഇങ്ങോട്ട് ബാംഗ്ലൂർ ഈ പറഞ്ഞ തകർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു കയറ്റം ഈ പറഞ്ഞ അവസാനം ടിം ഡേവിഡ് വന്നിട്ട് അവസാന ഓവറുകളിൽ 2-3 ഷോട്ടുകൾ കളിച്ചു. അതിനകത്ത് റണ്ണുകൾ കിട്ടി എന്നല്ലാണ്ട് വേറെ പോസിറ്റീവായിട്ട് ഇവരുടെ ബാറ്റിംഗ് സൈഡിൽ ഒന്നുമില്ല. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ DCയും ഈ പറയുന്ന പോലെ ആദ്യത്തെ ടോപ്പ് 3 ബാറ്റ്സ്മാൻമാർ വളരെ പെട്ടെന്ന് തന്നെ പുറത്തായപ്പോൾ KL രാഹുൽ അവിടെ തന്റെ സീനിയർ താരമാണ്. ഞാൻ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മള് ടീമിനെ മുന്നോട്ട് നയിക്കുക, ഇനി ഒരു വിക്കറ്റ് പോകാണ്ട് മുന്നോട്ട് നയിക്കുക എന്നുള്ള രീതിയിൽ കളിക്കാൻ KL രാഹുലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു രീതി എങ്ങനെയാണോ ആ ഒരു രീതി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലത്തെ മത്സരം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ KL രാഹുൽ നല്ല ബ്രില്യൻ്റ് ആയിട്ട് തന്നെ കളിച്ചു. 93 റൺസാണ് KL രാഹുൽ നേടിയിട്ടുള്ളത്. ഒരു വളരെ നല്ലൊരു മികച്ചൊരു ഇന്നിങ്സ് എന്ന് തന്നെ പറയാം. കാരണം മറ്റുള്ള ബാറ്റ്സ്മാൻമാരെല്ലാം പരാജയപ്പെട്ടപ്പോൾ അവിടെ നിന്നത് KL രാഹുലാണ്. അവിടെയാണ് ഹൈദരാബാദും ഈ പറയുന്ന ഡൽഹിയും പോലുള്ള ടീമുകളുടെ വ്യത്യാസം വരുന്നത്. ഹൈദരാബാദിനെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ താരങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ എന്തൊരു ടീമാണ് ഇത്, വളരെ വലുതായിട്ടുള്ള ഒരു ടീം തന്നെയാണല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനല്ല. ഈ പറയുന്നൊരു തകർച്ച ഉണ്ടായാൽ അവിടെ ആങ്കർ റോൾ ചെയ്ത് ഏകദേശം 15-20 അല്ലെങ്കിൽ അവസാനത്തോളം അടുപ്പിക്കുകയും അവസാനം നിന്ന് അടിക്കുകയും കൂടെ ചെയ്യാൻ പറ്റുന്ന കാലിബർ ഉള്ള ഒരു താരം, അങ്ങനെ ഒരു താരത്തിന്റെ അഭാവം ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് ടീമിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും വളരെ മികച്ചൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പറഞ്ഞ തകർച്ച നേരിട്ട് ഒരുപക്ഷെ DCയും പരാജയപ്പെട്ടന്നെ. പക്ഷെ KL രാഹുൽ അവിടെ ഈ പറയുന്ന പോലെ മറ്റെല്ലാവരും പരാജയപ്പെട്ടപ്പോൾ KL രാഹുൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് കളിച്ചു, ഈ പറഞ്ഞ പോലെ വിജയിപ്പിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അല്ലെങ്കിൽ KL രാഹുലിന്റെ ആ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡൽഹിയും ഈ പറഞ്ഞ ആദ്യം ഒരു തോൽവി ഒരുപക്ഷെ ഏറ്റുവാങ്ങിയാനെ. അപ്പം രണ്ടാമത് ഈ പറഞ്ഞ ഡൽഹിയുടെ ബാറ്റിംഗ് സമയത്ത് ബോൾ ചെയ്ത ഈ പറഞ്ഞ RCB മികച്ച രീതിയിലാണ് RCB ബോളേഴ്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. റണ്ണ് കുറവായി പോയതുകൊണ്ട് മാത്രമാണ് RCB ഇവിടെ പരാജയപ്പെട്ടത്. അല്ലാത്ത പക്ഷം വളരെ നന്നായിട്ട് തന്നെ RCB ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.